ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എങ്ങനെയാണ് UK എത്തിയത് എന്നുള്ള എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ലാസ്റ്റത്തെ വീഡിയോ ചെയ്തതിന് ശേഷം എൻ്റെ ഒരുപാട് ഫ്രണ്ട്സും നമ്മുടെ സബ്സ്ക്രൈബേഴ്സും ഒക്കെ എനിക്ക് വാട്സപ്പിലും നമ്മുടെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ മെസ്സേജ് ചെയ്തിട്ട് ഞാൻ എങ്ങനെയാണ് വന്നത്, എൻ്റെ ഒരു ജേണി എങ്ങനെയായിരുന്നു, അതിന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതിൽ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ്, ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത്, എൻ്റെ ഏജൻസി, ഞാനെടുത്ത യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഞാനെടുത്ത കോഴ്സ് ഏതാണ്, അതേപോലെ എനിക്ക് എത്ര എക്സ്പെൻസ് വന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്കറിയാം എല്ലാവരുടെയും ഒരു ഡ്രീമാണ് UK അല്ലെങ്കിൽ കാനഡ അല്ലെങ്കിൽ ഒരു ഒരു വിദേശത്ത് പോയി പഠിക്കുക എന്നുള്ളത് എല്ലാ സ്റ്റുഡൻസിൻ്റെയും അല്ല എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ്. അപ്പോൾ എനിക്കും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് നാളായിട്ട് അതിൻ്റെ പുറകെയുള്ള ഒരു ഓട്ടത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനലിനകത്ത് ഒരുപാട് വീഡിയോസ് ഒന്നും ഞാൻ അങ്ങനെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾക്കറിയാം, നമ്മുടെ ബാക്കിലോട്ടുള്ള വീഡിയോസ് നോക്കുകയാണെങ്കിൽ ഒരു കൺസിസ്റ്റൻസി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടോ കീപ്പ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിനെല്ലാം കാരണം ഞാൻ എൻ്റെ ഈ ഒരു ജേണിയിലേക്കുള്ള ഒരു തയ്യാറെടുപ്പില്ല, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടത്തിലായിരുന്നു. അപ്പം അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ ചെയ്തു എന്നുള്ള ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇന്നത്തേത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പം വീട്ടിലേക്ക് പോകാൻ പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം. അപ്പം സ്റ്റഡി എബ്രോഡ് എന്ന് പറയുന്ന ഒരു തോട്ട് നമ്മുടെ മൈൻഡിലേക്ക് വരുമ്പോൾ തന്നെ നമ്മളെല്ലാവരും കൺസേൺ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും ഒരു ഏജൻസി എന്ന് പറയുന്നത്, അല്ലേ? അത് ഒരു ഏജൻസി എന്ന് പറയുന്ന കാര്യം നമ്മളെ ഈ ഒരു ജേർണിയിൽ അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സിൽ നമ്മൾ ഒരുപാട് അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നല്ലൊരു പ്രോപ്പറായിട്ടുള്ള നല്ലൊരു ഏജൻസി ഇല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ഈ ഒരു ഡ്രീം ഫുൾഫിൽ ചെയ്യാൻ സാധിക്കുന്നതല്ലായിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് ഫേക്ക് ആയിട്ടുള്ളവരും ഒരുപാട് നമുക്കറിയാം, നമ്മുടെ ചുറ്റിനും ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ നടക്കുന്നുണ്ട്. അപ്പം എൻ്റെ ഏജൻസി അല്ലെങ്കിൽ ഞാൻ ചൂസ് ചെയ്ത ഏജൻസിയുടെ പേര് മാഡ് ഗ്ലോബർ എന്നാണ്. എൻ്റെ ഈ ഒരു ത്രൂ ഔട്ട് ഒരു ജേർണിയിൽ എനിക്ക് അവരെ കൊണ്ട് ചെയ്യാവുന്ന മാക്സിമം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഏറ്റവും വലിയൊരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇന്നിപ്പോൾ ഞാൻ UK നിന്ന് ഇങ്ങനെ നിങ്ങളോട് സംസാരിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നതും ഏതൊരു ടൈമിലായാലും എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും എല്ലാം ക്ലാരിഫൈ ചെയ്ത് എല്ലാം ക്ലിയർ ചെയ്ത് തന്നിട്ടുള്ള ഒരു വലിയൊരു ടീം തന്നെയായിരുന്നു മാഡ് ഗ്ലോബർ എന്ന് പറയുന്നത്. അപ്പം അവരോട് ഈ ഒരു സമയത്ത് എൻ്റെ താങ്ക്സ് അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പുറത്ത് പോയി പഠിക്കാൻ താല്പര്യമുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു അടിപൊളി ഏജൻസി തന്നെയാണ് മാഡ് ഗ്ലോബർ. സോ തീർച്ചയായിട്ടും ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ ഞാൻ അവരുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പം പറഞ്ഞു തന്നതല്ല, അപ്പം എൻ്റെ ഒരു ജേർണിയിൽ എന്നെ സഹായിച്ച എൻ്റെ ഏജൻസി അവരായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ആദ്യമേ തൊട്ട് തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ ചെയ്യണം, അല്ലെങ്കിൽ ഒരു സ്റ്റഡി എബ്രോഡിൽ നമ്മൾ പോകുമ്പോഴേക്കും നമ്മൾ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ നമ്മൾ കോഴ്സസ് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാ കാര്യങ്ങളും ഏജൻസി വളരെ വ്യക്തമായിട്ട് എനിക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഒരു 3-4 യൂണിവേഴ്സിറ്റീസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. UK തന്നെ ഞാൻ എല്ലാ യൂണിവേഴ്സിറ്റിയിലും അപ്ലൈ ചെയ്തിരുന്നത് MSc മാസ്റ്റർ ഓഫ് സയൻസ് ഇൻ ഇൻ്റർനാഷണൽ ബിസിനസ് മാനേജ്മെൻറ്റ് ആയിരുന്നു. അതിൽ എനിക്ക് ബെഡ്ഫോർഡ്ഷെയർ, കോവൻട്രി, അതുപോലെ തന്നെ വെസ്റ്റ് സ്കോട്ട്ലൻഡ്, യൂണിവേഴ്സിറ്റി ഓഫ് ഈസ്റ്റ് ലണ്ടൻ, ഇത്തരം യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് എനിക്ക് ഓഫർ ലെറ്റർ വന്നത്. ഇത്തരം യൂണിവേഴ്സിറ്റീസിലാണ് ഞാൻ അപ്ലൈ ചെയ്തിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ എനിക്ക് കുറച്ച് കൺവീനിയൻ്റ് ആയിട്ട് എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ വരുന്ന ഒരു യൂണിവേഴ്സിറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് യൂണിവേഴ്സിറ്റി ഓഫ് ഈസ്റ്റ് ലണ്ടൻ ആണ്. അതുകൊണ്ടാണ് ഞാൻ യൂണിവേഴ്സിറ്റി ഓഫ് ഈസ്റ്റ് ലണ്ടൻ സെലക്ട് ചെയ്തത്. ഇപ്പം ഞാൻ അവിടെ കറൻ്റ്ലി എൻ്റെ മാസ്റ്റേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് കോഴ്സും യൂണിവേഴ്സിറ്റി എല്ലാം ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സസ് ആണ്. അത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. നമുക്ക് ഇഷ്ടപ്പെട്ട മൊഡ്യൂൾസ്, നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം അല്ലെങ്കിൽ ലൊക്കേഷൻ എല്ലാം നോക്കിയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കോഴ്സും നമ്മൾ പ്രീവിയസ് ആയിട്ട് എന്ത് പഠിച്ചു, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ഒരു കോഴ്സ് സെലക്ട് ചെയ്യാൻ. ഞാൻ മാസ്റ്റർ കഴിഞ്ഞാണ് എങ്കിലും ഇപ്പം വീണ്ടും മാസ്റ്റേഴ്സ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്താണോ പഠിച്ചത് അതിനെ ബേസ് ചെയ്തിട്ടുള്ള കോഴ്സ് എടുക്കുന്നതായിരിക്കും ഇവിടെ ഏറ്റവും നല്ലത്. കാരണം നമ്മൾ ഒരു ബന്ധമില്ലാത്ത ഒരു കോഴ്സ് എടുത്തിട്ട് ഇവിടെ വന്നിട്ട് നമുക്ക് അതിൽ നിന്ന് സർവൈവ് ചെയ്യാൻ പറ്റിയില്ല. സോ തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ചതുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സ് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ അതാണ് കോഴ്സിനെയും യൂണിവേഴ്സിറ്റിയെയും പറ്റി പറയാനുള്ളത്. ഇനി യൂണിവേഴ്സിറ്റിയുടെ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണെന്ന് ചെറുതായിട്ടൊന്ന് പറയാം. കാര്യം യൂണിവേഴ്സിറ്റിയിൽ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അത് പറയാൻ പോകണമെങ്കിൽ ഈ വീഡിയോയിൽ ഒന്നും നിൽക്കില്ല. അപ്പം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ആദ്യം തന്നെ നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് ഓഫർ ലെറ്റർ കിട്ടിയ ശേഷം നമ്മൾ വിതിൻ 5 days നമ്മൾ ഓഫർ അക്സെപ്റ്റ് ചെയ്യുക.
ഓഫർ അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പം യൂണിവേഴ്സിറ്റിയിൽ ഒരു 1500 പൗണ്ട്സ്, അതായത് നാട്ടിലെ ഒരു 1.5 ലക്ഷം രൂപ നമ്മൾ ഡെപ്പോസിറ്റ്, ഇനീഷ്യൽ ഡെപ്പോസിറ്റ് ആയിട്ട് നമ്മൾ പേ ചെയ്യണം. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ പറയുന്നത് നമ്മുടെ യൂണിവേഴ്സിറ്റി, അതായത് യൂണിവേഴ്സിറ്റി ഓഫ് ഈസ്റ്റ് ലണ്ടൻ്റെ കാര്യമാണ്. ഇത് ഓരോ യൂണിവേഴ്സിറ്റിനെയും ഡിപ്പെൻഡ് ചെയ്ത് മാറ്റം വരും. അതായത് ചില യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ ഒരു 50% ആദ്യമേ അടയ്ക്കണം. ചില യൂണിവേഴ്സിറ്റീസിൽ പൈസ ഒന്നും അടയ്ക്കേണ്ട, നമ്മൾ ഓഫർ മാത്രം അക്സെപ്റ്റ് ചെയ്താൽ മതി. പക്ഷേ യൂണിവേഴ്സിറ്റി ഓഫ് ഈസ്റ്റ് ലണ്ടനിൽ നമ്മളിങ്ങനെയായിരുന്നു ഓഫർ അക്സെപ്റ്റ് ചെയ്യുക. അതിനുശേഷം ഇനീഷ്യൽ പേയ്മെൻറ്റ് നമ്മൾ ഒരു 1500 പൗണ്ട്സ്, അതായത് ഒരു 1.5 ലക്ഷം രൂപ നമ്മൾ അടയ്ക്കണമായിരുന്നു. അതിനുശേഷം നമുക്ക് 2 ഇൻ്റർവ്യൂസ് ഉണ്ടാകും. ഒന്നൊരു മോക്ക് ഇൻ്റർവ്യൂ ആയിരിക്കും. മോക്ക് ഇൻ്റർവ്യൂ നടത്തുന്നത് സൗത്ത് ഏഷ്യൻ ടീമിൻ്റെ നമുക്ക് കോൾ വരും. അവരാണ് നമുക്ക് മോക്ക് ഇൻ്റർവ്യൂ നമുക്ക് തരുന്നത്. നമ്മൾ ഈ ഒരു മോക്ക് ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്ത ശേഷം മാത്രമേ നമുക്ക് മെയിൻ ഇൻ്റർവ്യൂവിലേക്ക് പോകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ മോക്ക് ഇൻ്റർവ്യൂവിൽ മാക്സിമം നന്നായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് നന്നായിട്ട് ആൻസേഴ്സ് ചെയ്താൽ മാത്രമേ അവർ നമുക്ക് മെയിൻ ഇൻ്റർവ്യൂ ആയിട്ടുള്ള കിര ഇൻ്റർവ്യൂവിൻ്റെ ലിങ്ക് തരുള്ളൂ. ആ ഇൻ്റർവ്യൂ പാസ്സായ ശേഷം മാത്രമേ നമുക്ക് യൂണിവേഴ്സിറ്റി ഓഫ് ഈസ്റ്റ് ലണ്ടനിലേക്ക് അഡ്മിഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങളൊക്കെ ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് സാധാരണ ഒരു മോക്ക് ഇൻ്റർവ്യൂ എന്നൊക്കെ പറയുമ്പോൾ സാധാരണ ഒരു കോളായിരുന്നു. ഇപ്പം പക്ഷെ വരുന്നത് വീഡിയോ കോളാണ്. അതുപോലെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ അകത്ത് നമ്മൾ പറയേണ്ട ആൻസേഴ്സും അതെല്ലാം ഒരുപാട് നമ്മൾ റിസർച്ച് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കി തന്നെ പറയേണ്ട കാര്യങ്ങളാണ്. അതെല്ലാം നമ്മൾ വേറൊരു വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. അപ്പം ഈ 2 ഇൻ്റർവ്യൂ, അതായത് മെയിൻ ഇൻ്റർവ്യൂ പാസ്സായി കഴിഞ്ഞ ശേഷം മാത്രമാണ് നമുക്ക് ക്യാഷ് ഇഷ്യൂ ചെയ്യും. അതായത് നമുക്കിവിടെ വന്ന് പഠിക്കാനായിട്ട് നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തരുന്ന ഒരു പേപ്പർ, അല്ലെങ്കിൽ ആ ഒരു പേപ്പർ അല്ലെങ്കിൽ അത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ വന്ന് പഠിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ക്യാഷ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം 75% ഫീസ് അടച്ചിരിക്കണം. ഫീസ് അടച്ച ശേഷം മാത്രമാണ് നമുക്ക് ക്യാഷ് ഇഷ്യൂ ചെയ്യുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പം അതിനെല്ലാം ശേഷം നമുക്ക് നമുക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാം. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഓൾമോസ്റ്റ് എല്ലാം സെയിം തന്നെയാണ്. അതൊന്നും ഇപ്പോൾ പറയുന്നില്ല. ഇനിയും അതെല്ലാം വേറൊരു വീഡിയോയിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ടുള്ള. ആദ്യം ഓഫർ അക്സെപ്റ്റ് ചെയ്യാം. അതിനുശേഷം ഒരു 1500 ഡെപ്പോസിറ്റ് നമ്മൾ ഇനീഷ്യൽ പേയ്മെൻറ്റ് അടയ്ക്കുക. മോക്ക് ഇൻ്റർവ്യൂ ഉണ്ട്, കിര ടാലൻറ്റ് ഇൻ്റർവ്യൂ ഉണ്ട്. അതിനുശേഷം മാത്രമാണ് ക്യാഷ് ഇഷ്യൂ ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് വിസയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം ഞാനും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് വിസ കിട്ടി UK-ലെത്തിയത്. അപ്പോൾ കോഴ്സും ഇതും പറഞ്ഞിട്ടുണ്ട്. ഇനിയും എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് ആർക്കെങ്കിലും പിന്നെ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, പലർക്കും ഉള്ളൊരു സംശയമായിരിക്കും UK-ൽ വരണമെങ്കിൽ IELTS മാൻഡേറ്ററി ആണോ എന്നുള്ളത്. ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദ യൂണിവേഴ്സിറ്റീസ് ആണ്. കാര്യം ചില യൂണിവേഴ്സിറ്റീസ് IELTS ഇല്ലാതെ തന്നെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, അഡ്മിഷൻ കൊടുക്കും. ചിലർ IELTS മാൻഡേറ്ററി ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസും ഉണ്ട്. അതേപോലെ തന്നെയാണ് ഗ്യാപ്പ് അക്സെപ്റ്റ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസും ഗ്യാപ്പ് അക്സെപ്റ്റ് ചെയ്യാത്ത യൂണിവേഴ്സിറ്റീസും ഉണ്ട്. അപ്പം അതും ഈ 2 കാര്യങ്ങൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. കാര്യം ഒരുപാട് പേര് പഠിത്തം കഴിഞ്ഞ് കുറേ ഗ്യാപ്പ് വന്നവരും ഇനിയും പഠിക്കണം അല്ലെങ്കിൽ വിദേശത്ത് വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. സ്റ്റിൽ എൻ്റെ ഫ്രണ്ട്സും കുറേ പേര് അങ്ങനെയുണ്ട്. അപ്പം നിങ്ങൾക്ക് ഗ്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിലും ഗ്യാപ്പ് കുഴപ്പമില്ല, നിങ്ങൾക്ക് വരാം. അത് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരുപാട് യൂണിവേഴ്സിറ്റീസ്, നമ്മുടെ യൂണിവേഴ്സിറ്റി ഒക്കെ ആയാലും ഒരു 5 വർഷത്തിൽ കൂടുതലുണ്ടെങ്കിലും ഗ്യാപ്പ് അക്സെപ്റ്റ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി തന്നെയാണ്. അതുപോലെ തന്നെ ഞാനിപ്പോൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ IELTS മാൻഡേറ്ററി അല്ല. പക്ഷെ നമുക്ക് ഇംഗ്ലീഷിന്, അതായത് +2 ഇംഗ്ലീഷിന് ഏകദേശം 70% മാർക്സ് എന്തോ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അഡ്മിഷൻ കിട്ടും. അതും ഈ പറയുന്ന പോലെ ഓരോ യൂണിവേഴ്സിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കാര്യം ഓരോ യൂണിവേഴ്സിറ്റിക്കും ഓരോ ക്രൈറ്റീരിയ ആണ് അല്ലേ. അവരുടെ കാര്യങ്ങൾ നമ്മൾ മീറ്റ് ചെയ്താൽ മാത്രം, അവർ പറയുന്ന കാര്യങ്ങൾ മീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഓഫർ കിട്ടുള്ളൂ. അപ്പം അത്രയുമാണ് ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് എക്സ്പെൻസിനെ പറ്റിയിട്ട് സംസാരിക്കാം. അപ്പം എക്സ്പെൻസിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഫീസും അതുപോലെ തന്നെ നമ്മൾ ലിവിങ് എക്സ്പെൻസ്, ഈ 2 എക്സ്പെൻസാണ് നമുക്ക് മേജറായിട്ട് വരുന്ന എക്സ്പെൻസ് എന്ന് പറയുന്നത്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഓരോ കോഴ്സ് എടുക്കുമ്പോഴും ഓരോ കോഴ്സിനും വരുന്ന ഫീസ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ MSc IBM എൻ്റെ കോഴ്സിന് എനിക്ക് ഏകദേശം 14.5 ലക്ഷം രൂപയായിരുന്നു ഫീസ് ആയിട്ടുണ്ടായിരുന്നത്. അതിൽ എനിക്ക് 2 ലക്ഷം രൂപ സ്കോളർഷിപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ 12.5 ലക്ഷം രൂപയാണ് എൻ്റെ ടോട്ടലായിട്ടുള്ള ഫീസ് വന്നിരിക്കുന്നത്. അതും ഓരോ കോഴ്സിനനുസരിച്ച് വ്യത്യാസം വരും. പിന്നെ സ്കോളർഷിപ്പ് എല്ലാവർക്കും കിട്ടുമെന്ന് അറിയില്ല, ഡിപ്പെൻസ് ആണ്. ചിലർക്ക് സ്കോളർഷിപ്പ് ഇല്ലാതെ ഓഫർ ലെറ്റർ വന്നവരും ഒക്കെ ഉണ്ട്. അതേപോലെ തന്നെ സ്കോളർഷിപ്പ് കിട്ടുന്ന എമൗണ്ടും അതും വ്യത്യാസം. ചിലർക്ക് 2 ലക്ഷം, ചിലർക്ക് 3 ലക്ഷം കിട്ടിയവരും ഉണ്ട്, ചിലർക്ക് 1.5, അങ്ങനെ അതെല്ലാം വേരി ചെയ്തിരിക്കും. അത് കോഴ്സ് അനുസരിച്ചിട്ടും നമ്മുടെ പ്രൊഫൈൽ അനുസരിച്ചിട്ടും മാറ്റം വരുന്നതായിരിക്കും. പിന്നെ പറയുകയാണെങ്കിൽ ലിവിങ് എക്സ്പെൻസ്,
UK വന്ന് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലിവിങ് എക്സ്പെൻസ് എന്ന് പറയുന്ന ഒരു കാര്യം കാണിച്ചേ പറ്റൂ. അതായത് നമ്മൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണ്. ഇങ്ങനെ ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ള UK പോലെ ഒരു കൺട്രിയിൽ വന്ന് താമസിക്കാനായിട്ട് നമ്മൾ ഫിനാൻഷ്യലി ഏബിൾ ആണ്, അല്ലെങ്കിൽ സ്റ്റേബിൾ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സ്പെൻസ് ആണ് ലിവിങ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. അപ്പം ലിവിങ് എക്സ്പെൻസും രണ്ടായിട്ട് വരും. കാര്യം നമ്മൾ താമസിക്കുന്നത് ഇന്നർ ലണ്ടനിൽ തന്നെയാണ്. ഇന്നർ ലണ്ടനിലാണെങ്കിൽ ഏകദേശം ഒരു 12 ലക്ഷം 13 ലക്ഷത്തിനുള്ളിലൊക്കെ നമ്മൾ കാണിക്കേണ്ട വരും. അപ്പോൾ എനിക്ക് വന്നത് 12,06,000, അതായത് 12,006 പൗണ്ട് എന്നാണ് വന്നിരുന്നത്. അപ്പം അത് ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്കിന് നമ്മുടെ ഈ പൗണ്ട് റേറ്റ് മാറുന്നതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുന്നതായിരിക്കും. അപ്പം ഞാൻ മൊത്തം കാണിച്ചത് 13 ലക്ഷം രൂപയായിട്ടാണ് കാണിച്ചത്. എൻ്റെ ലിവിങ് എക്സ്പെൻസ് ആയിട്ട് എൻ്റെ അക്കൗണ്ടിൽ കാണിച്ചത് 13 ലക്ഷം രൂപയായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഔട്ടർ ലണ്ടനിലേക്ക് പോകുമ്പം ഏകദേശം 10 ലക്ഷം രൂപ ആ ഒരു റേഞ്ചിലായിരിക്കും നമ്മൾ ലിവിങ് എക്സ്പെൻസ് കാണിക്കേണ്ടത്. ലിവിങ് എക്സ്പെൻസ് നമുക്ക് FD ആയിട്ടോ അതേപോലെ തന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ ലോൺ ആയിട്ടോ ഒക്കെ കാണിക്കാവുന്നതാണ്. നമ്മുടെ സേവിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ കാണിക്കാം. അതുമൊക്കെ എന്താണ് നമ്മുടെ ഇഷ്ടാനുസരണം എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം. അപ്പോൾ ഈ 2 എക്സ്പെൻസാണ് മെയിനായിട്ട് വരുന്നത്. ബാക്കി എക്സ്പെൻസ് എന്ന് പറയുന്നത് നമ്മുടെ VFS, നമ്മുടെ മെഡിക്കൽ, അതേപോലെ തന്നെ നമ്മുടെ ഇൻഷുറൻസ്. UK ഒന്ന് പഠിക്കണമെങ്കിൽ നമുക്ക് ഇൻഷുറൻസ് എന്ന് പറയുന്നത് മാൻഡേറ്ററി ആണ്. ഏകദേശം ഒരു വർഷത്തെ ഇൻഷുറൻസിൻ്റെ ചാർജ് എന്ന് പറയുന്നത് 72,000 രൂപ അടുത്താണ് വരുന്നത്. അപ്പോൾ നമ്മൾ 2 വർഷത്തെ കോഴ്സാണ് എടുക്കുന്നുണ്ടെങ്കിൽ 2 വർഷത്തേക്കുള്ള ഇൻഷുറൻസ് നമ്മൾ പേ ചെയ്തിട്ട് വേണം വരാൻ. പിന്നെ വിസയുടെ ചാർജ്, അങ്ങനെ ഇങ്ങനെ എല്ലാ ചാർജസും ഉണ്ട്. അതെല്ലാം നമുക്ക് എമൗണ്ട് എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിൽ കറക്റ്റായിട്ട് വേറൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ മെയിനായിട്ട് എക്സ്പെൻസ് എന്ന് പറയുന്നത് ഈ ഒരു കാര്യമാണ് വരുന്നത്. പിന്നെ ചില ഏജൻസീസ് പൈസ ചാർജ് ചെയ്യുന്നുണ്ട്. അത് ഡിപ്പെൻസ് ആണ്. ചില ഏജൻസീസ് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് എല്ലാം ചെയ്യുന്നതും. അപ്പോൾ എൻ്റെ ഒരു ഏജൻസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്കെല്ലാം ഫ്രീ ആയിരുന്നു. അവർക്ക് ചാർജസും കാര്യങ്ങളൊന്നുമില്ല. ഓൾറെഡി യൂണിവേഴ്സിറ്റീസ് ഏജൻസീസിന് ഡയറക്റ്റായിട്ട് പേയ്മെൻറ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് എനിക്ക് അങ്ങനെയുള്ള ചിലവുകളും കാര്യങ്ങളും ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരു കാര്യം ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. ഈ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ ക്യാഷ് ഷീൽഡ് ഫില്ല് ചെയ്യണം. അപ്പം അത് ഒക്കെ നല്ലൊരു ഒരു വലിയൊരു പ്രോസസ്സ് തന്നെയാണ്. ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനും നമ്മൾ ഡീറ്റെയിൽസ് ചെയ്ത് കൊടുക്കാനും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വളരെ നമ്മൾ ശ്രദ്ധയോടെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പം എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ എനിക്കിതൊന്നും ചെയ്യേണ്ട വന്നിട്ടില്ല. എല്ലാ ഏജൻസി തന്നെ ചെയ്തു തന്നുകൊണ്ട് എനിക്ക് അതിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഈ ഒരു പ്രോസസ്സിലുണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ ഞാൻ ആദ്യമേ പറഞ്ഞ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് വലിയൊരു തലവേദന തന്നെയാണ്. കാര്യം പെട്ടെന്നൊന്നും അങ്ങനെ നമുക്ക് ഇൻ്റർവ്യൂ പാസ്സാകാനായിട്ട് പറ്റില്ല. അപ്പോൾ ഒരുപാട് നമ്മൾ നന്നായി പഠിച്ച് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത ശേഷം മാത്രമേ നിങ്ങൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടത്, എന്താണ് മോക്ക് ഇൻ്റർവ്യൂ, അതിനകത്ത് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കും, എങ്ങനെ നിങ്ങൾ ആൻസർ ചെയ്യണം എന്നുള്ളൊരു വീഡിയോയും, എന്താണ് കിരാറ്റ് ടാലൻറ്റ് ഇൻ്റർവ്യൂ, കിരാറ്റ് ടാലൻറ്റിൽ എങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം, എങ്ങനെ നമ്മൾ ഒരു ഇൻ്റർവ്യൂ നമ്മുടെ മെയിൻ ഇൻ്റർവ്യൂ ആണ്. അപ്പം നമ്മൾ നന്നായിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് നമ്മൾ നന്നായിട്ട് സംസാരിച്ചാൽ മാത്രമേ നമുക്കൊരു യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ കിട്ടുള്ളൂ. വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് തന്നെയാണ്. അതുകൊണ്ട് അതിനെപ്പറ്റിയും ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പം ഇപ്പോൾ ഏകദേശം എല്ലാ പോയിന്റ്സും കവർ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അടുത്ത ഏതെങ്കിലും ഒരു വീഡിയോയിലോ ഞാനത് പറയുന്നതായിരിക്കും. അപ്പം ഇതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. ഞാൻ UK വന്നത്. അപ്പം ഞാൻ ജൂൺ 3-ാം തീയതിയാണ് UK വന്നത്. ഇപ്പോൾ ഏകദേശം 1 മാസം ആകാൻ പോകുന്നു. കുഴപ്പമൊന്നുമില്ല, ക്ലാസ്സസൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. അപ്പം എൻ്റെ ഒരു ക്ലാസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ IBM നമുക്ക് വീക്ക്ലി 2 ക്ലാസ്സേ ഉള്ളൂ. അതുപോലെ തന്നെ പിന്നെ ഒരു സംശയമാണ് എല്ലാവർക്കും പാർട്ട് ടൈം ജോബ്സ് ചെയ്യാം. നമുക്ക് സ്റ്റുഡൻസിന് 20 hours per week, അതായത് ഒരാഴ്ചയിൽ നമുക്ക് 20 മണിക്കൂർ മാത്രം ജോലി ചെയ്യാം, പാർട്ട് ടൈം ജോബ് ചെയ്യാം. അങ്ങനെയുള്ളൊരു ഫെസിലിറ്റി അല്ലെങ്കിൽ ഉണ്ട്. നമുക്ക് നമ്മുടെ പോക്കറ്റ് മണി ഇവിടെ നിന്ന് തന്നെ ഏൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ പാർട്ട് ടൈം അല്ലെങ്കിൽ അക്കോമഡേഷൻ അതൊക്കെ ഒരു ഫാക്ടേഴ്സ് തന്നെയാണ് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുള്ള പല സ്റ്റുഡൻസിനും ഉള്ളൊരു കൺസേൺ ആണ്. അപ്പോൾ അതെല്ലാം നമുക്ക് അടുത്തടുത്ത വീഡിയോസിൽ ചെയ്യാം. എല്ലാം കൂടെ ഒന്നിച്ച് പറയുകയാണെങ്കിൽ വീഡിയോ ലെങ്തി ആയി പോകും. നിങ്ങൾക്ക് കാണുന്നവർക്ക് നിങ്ങൾക്കും ബോറാണ്, പറയുന്നത് എനിക്കും ബോറാണ്. അപ്പോൾ അതുകൊണ്ട് അത് അടുത്തൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും UK വന്ന് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ജേർണി ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. പിന്നത്തേക്ക് മാറ്റി വെക്കരുത്. ഒരു രണ്ടാമത് ഒന്ന് ചിന്തിക്കാൻ ഉള്ള സമയം കൊടുക്കാതെ തന്നെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനായിട്ട് ഇറങ്ങുക. ഓക്കെ, അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അതേപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളോ എന്തെങ്കിലും വീഡിയോസിൻ്റെ സജഷൻസ് ഉണ്ടെങ്കിലും നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയുകയാണെങ്കിൽ നമ്മൾ അടുത്തടുത്ത വീഡിയോസായിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ചിൽഡ്രൻ ടേക്ക് കെയർ. ബൈ.